ശരിക്കും പറഞ്ഞാൽ ഈ പുഷ്പ 1 നമുക്ക് ഏതുതരം ആൾക്കാർക്കും കണ്ടു കഴിഞ്ഞാൽ ദഹിക്കുന്ന രീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പുഷ്പ 2 അല്ലു അർജുൻ ഫാൻസിന് മാത്രം ദഹിക്കുന്ന രീതിയിലാണ് എടുത്തിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുറച്ചും കൂടി തെലുങ്കൻ സ്റ്റൈലിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് അല്ലു അർജുനെ ഫസ്റ്റ് ഇംപ്രഷനിൽ നമുക്ക് ആ പടത്തിൽ കണ്ടതിന് ശേഷം ഫൈറ്റൊക്കെ ഓവർ തമിഴ് സ്റ്റൈലിൽ വിജയൊക്കെ തെറിക്കുന്ന ആ ഒരു രീതിയിൽ ആദ്യം കൊണ്ടുവന്നതോടെ തന്നെ ആ പടത്തിലൊരു നെഗറ്റീവ് സ്റ്റാർട്ടിങ് ആയിപ്പോയി. അതുകൊണ്ടാണ് ആ പടം ഒരു മൊത്തത്തിൽ ആ ഒരു പേര് കേട്ടത്. പിന്നീട് പറഞ്ഞാൽ പുഷ്പ 1 നമുക്ക് കുറേ പാട്ട് സീനൊക്കെ ഉണ്ടായിരുന്നു. ആ പാട്ടൊക്കെ പടത്തിന് മുമ്പേ ഹിറ്റായിരുന്നു, അല്ലെങ്കിൽ പടം ഇറങ്ങിയ പാടെ ഹിറ്റായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ സിനിമ കാണാനിരിക്കുമ്പോൾ നമുക്ക് ആ പാട്ട് ആസ്വദിച്ചുകൊണ്ട് ആ സിനിമയും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ പാട്ട് രംഗത്തൊക്കെ ആ സിനിമയുടെ ചെറിയ ചെറിയ കഥകൾ മുമ്പോട്ട് കൊണ്ടുപോയതുകൊണ്ട് നമുക്ക് ആ പാട്ട് ബോറില്ലാതെ സിനിമയിൽ ത്രൂ തന്നെ ആസ്വദിച്ച് പോകാൻ പറ്റിയിരുന്നു. ഇതിൽ അതാണ് സംഭവിച്ചത്. കുറേ 4-5 പാട്ടുകളുണ്ട്. എല്ലാ പാട്ടും സെപ്പറേറ്റ്, പടവുമായിട്ട് ബന്ധമില്ലാതെ സെപ്പറേറ്റ് ഇങ്ങനെ കാണിക്കുന്ന രീതിയിൽ തോന്നിയുകൊണ്ട് ആ പാട്ട് അധികം ഹിറ്റാവാത്തതുകൊണ്ട് നമുക്കത് കടന്നു പോകാൻ, ആ പാട്ടും കൂടി കടന്നു പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ആ പാട്ട് ഒഴിവാക്കിയാൽ തന്നെ ഈ 3:20 എന്നുള്ളത് 3 കടക്കും, സിനിമയിലേക്കാണ്. പിന്നെ രശ്മികയുടെ കുറേ കഥാപ്രസംഗം കാര്യങ്ങളെല്ലാം ഒരു സീരിയൽ ടച്ച് പോലെയെല്ലാം ആൾക്കാർക്ക് തോന്നുന്ന രീതിയിലല്ലാതെ ഈ ഒരു നെഗറ്റീവ് വരാൻ കാരണം. ഇത് രണ്ടും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഹിറ്റ് ആവേണ്ട ഒരു മൂവി തന്നെയാണ് നമ്മളെ പുഷ്പ 2.